പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. വീഡമൻ സ്റ്റെയ്നർ സിൻഡ്രം എന്ന ഒരു അന്തർദേശീയ അവസ്ഥയാണ് ഇന്ന് നമ്മൾ ആരാധനയിൽ സമർപ്പിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകത്ത് തന്നെ മൊത്തം 1000-ഓളം പേർ മാത്രമേ ഈ വീഡമൻ സ്റ്റെയ്നർ സിൻഡ്രം എന്ന അവസ്ഥ അനുഭവിക്കുക. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുകയാണ്. നമുക്ക് അവയെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം നാം ദൈവത്തോട് പ്രതിജ്ഞാബദ്ധരാണ്. എല്ലാ ക്രമത്തിലും ക്രമക്കേടിലും നമുക്ക് ഈ ലോകം മുഴുവനെയും സമർപ്പിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. രോഗത്തെക്കുറിച്ചും സൗഖ്യങ്ങളെക്കുറിച്ചും എല്ലാം ധാരാളം തിരുവചനങ്ങളിൽ നാം കാണുന്നുണ്ട്. എങ്കിലും ഈ അവസ്ഥയിലെല്ലാം ദൈവത്തിൻ്റെ ശക്തി നമുക്ക് പ്രാർത്ഥിക്കാം. അവയിലെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് ദർശിക്കാം. അവയെയും അവരെയും എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ശക്തിക്കായി, സൗഖ്യത്തിനായി. തിരുവചനങ്ങൾ ധാരാളമുണ്ടെങ്കിലും രോഗങ്ങളുടെ ആഴത്തിൽ നമുക്കെപ്പോഴും ഓർമ്മ വരിക ജോബിനെയാണ്. സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം. ജോബ് തൻ്റെ ജീവിതാവസ്ഥയിൽ അഗാധമായ വ്യഥകൾ അനുഭവിച്ചു എന്ന് നമുക്കറിയാം. ജോബിനോട് അനേകം സ്നേഹിതന്മാർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അവസാനത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 8-ാം വാക്യം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യം. ഏവരും അനുഭവിക്കുന്ന വ്യഥകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് സൗഖ്യവും ശക്തിയും അവർ കൊടുക്കണേ തമ്പുരാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കഴിവുകളിലൂടെയും എല്ലാം ലോകം ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വ്യഥ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. ഈശോ അവരെ അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി. ബലപ്പെടുത്തണ ദൈവമേ, ശക്തിപ്പെടുത്തണമേ. അവരെ എല്ലാം ഓർത്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ആത്മാവ് ആഗ്രഹിക്കുന്നത് മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും നോട്ടത്തിൽ പോലും ചിന്തയിൽ പോലും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് വേണ്ടി നിലകൊള്ളാനും ഞങ്ങളെ സഹായിക്കണമേ.
അതിശയമേ അതിശയമേ നാഥൻ ചെയ്യുന്നതെന്തും അതിശയമേ. അതിശയമേ അതിശയമേ നാഥൻ ചെയ്യുന്നതെന്തും അതിശയമേ. നാഥൻ തരുന്നതെന്തും അതിശയമേ, നാഥൻ എടുക്കുന്നതും അതിശയമേ. ഈശോയെ, അത്ഭുതകരമാണ് അവിടുത്തെ സൃഷ്ടിജാലങ്ങൾ. അവിടുത്തെ പദ്ധതികൾ എത്ര നിഗൂഢമാണ്. ദൈവമേ, എല്ലാം സമർപ്പിക്കുന്നു. അവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. അതിശയമേ അതിശയമേ നാഥൻ ചെയ്യുന്നതെന്തും അതിശയമേ. നാഥൻ രോഗം തരുമ്പോൾ അതിശയപ്പെട്ടു സ്തുതിച്ചാൽ നാഥൻ രോഗമെടുക്കുമ്പോഴും സ്തുതിച്ചിടാമേ. നാഥൻ രോഗം തരുമ്പോൾ അതിശയപ്പെട്ടു സ്തുതിച്ചാൽ നാഥൻ രോഗമെടുക്കുമ്പോഴും സ്തുതിച്ചിടാമേ. ഈശോയെ, അവിടുത്തെ കരസ്പർശം ഞങ്ങൾക്ക് വേണം. ഇവർക്കെല്ലാം വേണ്ടി നീതിസൂര്യൻ ഉദിക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ ഞങ്ങൾ കാണുന്നു. അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ അവിടുത്തെ സന്നദ്ധിയിൽ തുള്ളിച്ചാടാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നടപ്പിലും രോഗത്തിലും ആത്മനെ സ്തുതിച്ചാൽ, ക്രമത്തിലും സ്തുതിച്ചാൽ, ക്രമക്കേടിയിലുള്ള കഴിവിലും സ്തുതിച്ചാൽ, വീഴുമെന്ന് തോന്നിയാലും മുട്ടിൽ നിന്ന് സ്തുതിച്ചാൽ, അതിശയമേ അതിശയമേ നാഥൻ തരുന്നതെന്തും അതിശയമേ. അതിശയമേ അതിശയമേ നാഥൻ ചെയ്യുന്നതെന്തും അതിശയമേ. അതിശയമേ 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 നാഥൻ ചെയ്യുന്നതെന്തും അതിശയമേ. അതിശയമേ അതിശയമേ നാഥൻ തരുന്നതെന്തും അതിശയമേ. നാഥൻ എടുക്കുന്നതും അതിശയമേ. അതിശയമേ അതിശയമേ. ഈശോയെ, അവിടെ നൽകുന്നത് പോലെ തന്നെ എടുക്കുമ്പോൾ മനുഷ്യബുദ്ധിയിൽ ക്രമവും ക്രമക്കേടും കാണുമ്പോൾ അവയിലെല്ലാമുള്ള പദ്ധതി മാത്രം ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ ചിന്തകളിലൂടെ രോഗികളെയും പല അവസ്ഥകളുള്ളവരെയും കാണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൃപ നൽകണമേ. എല്ലാ രോഗികളെയും സമർപ്പിക്കുന്ന ദൈവമേ, അവിടുത്തെ മുറിവുകളോട് ചേർത്ത് നീതിസൂര്യൻ ഉദിക്കുമെന്നുള്ള വാഗ്ദാനം ദിവ്യകാരുണ്യത്തിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് എന്നോർത്തുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കുന്ന മക്കളെല്ലാം തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ തുള്ളിച്ചാടാനുള്ള കൃപ നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നാഥൻ രോഗം തരുമ്പോൾ അതിശയപ്പെട്ട് സ്തുതിച്ചാൽ നാഥൻ രോഗമെടുക്കുമ്പോഴും സ്തുതിച്ചിടാമേ. നാഥൻ രോഗം തരുമ്പോൾ അതിശയപ്പെട്ട് സ്തുതിച്ചാൽ നാഥൻ രോഗമെടുക്കുമ്പോഴും സ്തുതിച്ചിടാമേ. അതിശയമേ അതിശയമേ നാഥൻ തരുന്നതെന്തും അതിശയമേ. അതിശയമേ അതിശയമേ നാഥൻ ചെയ്യുന്നതെന്തും അതിശയമേ. നടപ്പിലും രോഗത്തിലും ആത്മനെ സ്തുതിച്ചാൽ,
ക്രമത്തിലും സ്തുതിച്ചാൽ ക്രമക്കേടിലുള്ള കഴിവിലും സ്തുതിച്ചാൽ അതിശയമേ. വീഴുമെന്ന് തോന്നിയാലും മുട്ടിൽ നിന്ന് സ്തുതിച്ചാൽ വീഴ്ത്തുകില്ല നാഥൻ നമ്മെ താഴ്മയോടെ സ്തുതിച്ചാൽ. അതിശയമേ അതിശയമേ നാഥൻ ചെയ്യുന്നതെന്തും അതിശയമേ. താഴ്മയോടെ സ്തുതിച്ചാൽ താഴ്മയിലും ഉയർത്തും, അമ്മയുടെ കയ്യിലേക്ക് സ്നേഹശൃംഖല ചലിപ്പിച്ചാൽ. ഈശോയെ, അവിടുത്തെ ദിവ്യകാരുണ്യസന്നിധിയിൽ ജപമാല അർപ്പിച്ചും ആരാധിച്ചും എത്രയോ മക്കൾ പ്രാർത്ഥിക്കുന്നു. സഹനത്തോടും രോഗങ്ങളോടും എല്ലാം ചേർന്നു അവിടുത്തെ എത്രമാത്രം അവിടുത്തെ മക്കൾ സ്നേഹിക്കുന്നു. സ്നേഹശൃംഖലയായ ജപമാല ദിവ്യകാരുണ്യത്തോട് ചേർത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയുടെ കയ്യിൽ, കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ അമ്മയുടെ കയ്യിൽ കൊടുത്ത് ചലിപ്പിച്ചാൽ ഈ ഭൂമിയിൽ എല്ലാ മക്കൾക്കും അനുഗ്രഹം കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ കയ്യിലേക്ക് സ്നേഹശൃംഖല ചലിപ്പിച്ചാൽ കുഞ്ഞുമക്കൾ നമ്മൾക്കെന്ത് സമ്മർദ്ദം ഈ പാരിൽ. അമ്മയുടെ കയ്യിലേക്ക് സ്നേഹശൃംഖല ചലിപ്പിച്ചാൽ കുഞ്ഞുമക്കൾ നമ്മൾക്കെന്ത് സമ്മർദ്ദം ഈ പാരിൽ. അതിശയമേ അതിശയമേ നാഥൻ ചെയ്യുന്നതെന്തും അതിശയമേ. പരലോകം പുൽകും വരെ പറന്നു നമ്മൾ നീങ്ങും, ഈ ഭൂവിന് നമ്മെ തന്ന നാഥൻ നമ്മെ എടുത്ത് സ്വർഗത്തോട് ചേർക്കും. ഭൂമി പുഷ്പിതമാകും, നമ്മുടെ പ്രാർത്ഥന പരിമളം ചേർക്കും. അതിശയമേ അതിശയമേ നാഥൻ ചെയ്യുന്നതെന്തും അതിശയമേ. അതിശയമേ അതിശയമേ നാഥൻ തരുന്നതെന്തും അതിശയമേ. ഈശോയെ, വളരെ അധികം രഹസ്യാത്മകത നിറയുന്ന കാര്യങ്ങളാണ് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുക. ഈ സമർപ്പണത്തിൽ വന്ന കുറവുകളെ നികത്തി പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സമർപ്പിച്ച പ്രത്യേക നിയോഗത്തിൽ ഞങ്ങൾ സമർപ്പിച്ച വീഡമൻ സ്റ്റെയ്നർ സിൻഡ്രം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ മാതാപിതാക്കളെയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശുശ്രൂഷ മേഖലകളെയും എല്ലാം സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ ദൈവമേ. അവിടുന്ന് നൽകിയ സൗഖ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സമർപ്പണത്തിലൂടെ ഇതിനോടൊപ്പം പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനകളും സഹനങ്ങളും സമർപ്പണങ്ങളും എല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പല രീതിയിൽ ചിന്തിക്കുന്ന മക്കൾക്ക് വേണ്ടിയും എല്ലാ സ്നേഹിതർക്ക് വേണ്ടിയും. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യം. ദൈവമേ, ഞങ്ങൾ ഈ ലോകം മുഴുവനുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രമക്കേടുകൾ എന്ന് ഞങ്ങൾ കരുതുന്ന എല്ലാ അവസ്ഥകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന യോഗങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തിൽ നീതി സൂര്യൻ ഉദിക്കട്ടെ. അതവർക്ക് അനുഭവപ്പെടട്ടെ. അതിൻ്റെ ചിറകുകളിൽ ഉള്ള സൗഖ്യം അവർ തൊട്ടനുഭവിക്കട്ടെ. അവിടുന്ന് ആഗ്രഹിക്കുന്നിടത്തോളം എല്ലാ അവസ്ഥയിലും തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ അവർ തുള്ളിച്ചാടാൻ മാത്രം അവർക്ക് ബലമേകണമേ. ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. ആശീർവാദം സ്വീകരിക്കാം.
പ്രത്യേകിച്ച് സമർപ്പിച്ച നിയോഗത്തിലുള്ള എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും അതിസക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി സൗഖ്യവും ബലവുമായി നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും. അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.